Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കെ ജോയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി എസ് സതീഷ് കുമാർ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കെ ജോയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ജോയ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വിജയൻ അടക്കാടൻ കെ ജോയിയുടെ പേര് നിർദ്ദേശിക്കുകയും കെ സുധാമണി പിന്താങ്ങുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് വരണാധികാരി ഇൻഷുറൻസ് ഓഫീസർ എസ് സതീഷ് കുമാർ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. ടി.ഐ. മധുസൂദനൻ MLA ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. ചെറുപുഴ തിരുമേനി ചട്ടിവയൽ സ്വദേശിയായ ഇദ്ദേഹം പ്രാപ്പോയിൽ ഡിവിഷനിൽ നിന്നാണ് LDF അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വോട്ടെടുപ്പുണ്ടായില്ല. CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗമാണ്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റുമാണ് നിലവിൽ കെ ജോയ്. അമ്മയും ഭാര്യയും മകളും സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്ഥാനമൊഴിഞ്ഞ ഭരണസമിതി ചെയ്തു വന്ന വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്ന പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ്. സ്ഥാനമേറ്റെടുത്ത ശേഷം നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന രംഗത്ത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ അതുപോലെ ഗ്രാമപഞ്ചായത്ത് എല്ലാം സംയുക്തമായി നടക്കുന്ന പദ്ധതികളൊക്കെ നല്ല നിലയ്ക്ക് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ഈ പയ്യന്നൂർ നിയോജകമണ്ഡലത്തെ തന്നെ തരിശുരഹിത മണ്ഡലമാക്കി തീർക്കാൻ ബഹുമാനായ MLA മുൻകൈയെടുത്ത് നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതോടനുബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് MLAയുടെ എല്ലാ സഹായങ്ങളും ഉണ്ട്. തരിശുരഹിത പഞ്ചായത്താക്കി ബ്ലോക്ക് പഞ്ചായത്താക്കി മാറ്റാനുള്ള ശ്രമം നടത്തും. 7 പഞ്ചായത്തുകളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത്. കുഞ്ഞിമംഗലം, രാമന്തളി, കരിവള്ളൂർപള്ളം, കാങ്കോടാനപ്പടമ്പ്, എരമംകുറ്റൂർ, പെരിങ്ങോം, ചെറുപുഴ, 7 പഞ്ചായത്തുകൾ ഏതാണ്ട് 2 ലക്ഷത്തോടധികം ജനസംഖ്യ എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. ആ ബ്ലോക്ക് പഞ്ചായത്തിൽ എല്ലാ തരം നേരത്തെ നടന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ അതോടനുബന്ധിച്ച് ഇത് ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് MLAയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് താഴെ ഗ്രാമപഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടി വരുന്ന 5 വർഷം നല്ല നിലയ്ക്ക് നടപ്പാക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. വടക്കൻ മലബാറിലെ തെയ്യാട്ടക്കാവുകൾ ഉണരുന്ന കളിയാട്ടക്കാലത്ത് വേറിട്ടയൊരു കാഴ്ചയാവുകയാണ് രാമന്തളി ശ്രീ താവുര്യാട്ട് ക്ഷേത്രം. 13 നായർ തറവാടുകളുടെ ഐക്യവും കാർഷിക സമൃദ്ധിയും വിളിച്ചോതുന്ന ഇവിടുത്തെ അടയ്ക്കാത്തൂണുകളും പ്രകൃതിദത്തമായ അലങ്കാരങ്ങളും നാടിന്റെ ഉത്സവത്തിന് പുത്തൻ മിഴിവേകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമന്തളി ശ്രീ ലോകരെ കളരിക്കൊട്ടാരം താവുര്യാട് ക്ഷേത്രത്തിലാണ്. ധനു 10 മുതൽ 14 വരെയാണ് ഇവിടെ ഉത്സവം നടക്കുക. ഈ വർഷത്തെ ഉത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാർഷിക വിഭവങ്ങൾ കൊണ്ടാണ് അലങ്കരിക്കാറുള്ളത്. 25,000-ൽ പരം അടക്കകൾ കൊണ്ടാണ് ഇവിടെ തൂണുകൾ അലങ്കരിക്കുന്നത്.
രാമന്തളി ലോകരെ കളരി കൊട്ടാരം വക ശ്രീ താവുര്യാട് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ക്ഷേത്ര തൂണുകളിലെ അലങ്കാരമാണ്. ഏതാണ്ട് 25,000 പഴുത്ത അടക്കകൾ ഉപയോഗിച്ചാണ് ക്ഷേത്ര തൂണുകൾ മനോഹരമായി അലങ്കരിക്കുന്നത്. മൂന്നാമത്തെ കളിയാട്ട നാൾ മുതൽ ആരംഭിക്കുന്ന ഈ പ്രകൃതി അലങ്കാരങ്ങൾ കാണാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അടക്കകൾക്ക് പുറമെ നാട്ടുനന്മയുടെ അടയാളമായ കായക്കുലകൾ, കൂമ്പ്, ചക്ക, മാങ്ങ, തേങ്ങ, ഇളനീർ, വിവിധ ഇനം വാഴപ്പഴങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് പ്രധാന ക്ഷേത്രമാടവും തൂണുകളും സജ്ജമാക്കുന്നത്. ചെക്കിപ്പൂവ്, എരിക്കിൻപൂവ്, ചെമ്പകപ്പൂവ് തുടങ്ങിയ നാടൻ പൂക്കൾ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നു. സമുദായ അംഗങ്ങൾ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നുമായി ശേഖരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ക്ഷേത്ര സമർപ്പണത്തിനായി എത്തിക്കുന്നത്. തികച്ചും പ്രകൃതി 100% പ്രകൃതി വിഭവങ്ങളല്ലാതെ വേറെ ഒരു അലങ്കാര വസ്തുക്കൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇത് ഒരു കൊല്ലം ഈ ഊരാള കുടുംബത്തിലെ 2 തറവാട്ടുകാരാണ് ഇത് സമാഹരിക്കാനുള്ള യത്നം നടത്തുന്നത്. ഇന്ന് ഇവിടെ ഒത്തുകൂടി എല്ലാ ആൾക്കാരും ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് നല്ലൊരു അലങ്കാരം നടത്തി വൈകുന്നേരത്തെ തെയ്യം സന്ധ്യയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പായി ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. കോടിയത്ത്, കൊയ്ത്തട്ട, കാവുങ്കാൽ, പുളുക്കുനാട്ട്, പുല്ലാഞ്ഞിയാട്ട്, കൊടക്കൽ, മഞ്ചേരി, മൊട്ടമ്മൽ, കാട്ടൂർ, കൊഴുമ്മൽ, കക്കോപ്രം, കയലൂര്, വളമ്പത്ത് തുടങ്ങി 13 നായർ തറവാടുകൾ ചേർന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ്. വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്ന തറവാട്ടുകാർ പോലും ഈ കളിയാട്ടക്കാലത്ത് ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. എല്ലാവരും നമ്മളെ ഈ സമുദായത്തിൽപ്പെട്ട വിദേശത്തുള്ള ആളുകൾ വരെ ഇവിടെ ആ സമയത്ത് ഒത്തുചേരും. എല്ലാവരും അവരവർക്ക് കഴിയുന്ന ജോലികളൊക്കെ ചെയ്യും, അതിൽ പങ്കാളികളാവും, പ്രായഭേദമന്യേ. ഓണവും വിഷുവും പോലെ തങ്ങളുടെ നാടിന്റെ വലിയൊരു വികാരമായിട്ടാണ് ഓരോ തറവാട്ടുകാരും ഡിസംബറിലെ ഈ കളിയാട്ട മഹോത്സവത്തെ നെഞ്ചിലേറ്റുന്നത്. കൃത്രിമ അലങ്കാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പ്രകൃതിയോടിണങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് താവുര്യാട്ട് ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത്. ഗതകാല സ്മരണകൾ ഉണർത്തുന്ന ഈ രീതി പുതുതലമുറയ്ക്ക് കാർഷിക സംസ്കാരത്തോടുള്ള ആദരവ് കൂടിയായി മാറുന്നു. കാർഷിക സമൃദ്ധിയുടെയും കൂട്ടായ്മയുടെയും ഉത്സവമാണ് രാമന്തളിയിൽ നടക്കുന്നത്. ഇവിടെ ഒരുക്കിയ അടക്കാത്തൂണുകൾ കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ സാജിദ സഫറുള്ളയും വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ എം രജീഷ് ബാബുവും തിരഞ്ഞെടുക്കപ്പെട്ടു. 3-നെതിരെ 20 അംഗങ്ങളുടെ പിന്തുണയുമായാണ് UDF സാരഥികൾ ഭരണത്തിലേറിയത്. മെട്ടമ്മൽ ജനറൽ വാർഡിൽ നിന്ന് ഇത്തവണ വിജയിച്ച സാജിദ സഫറുള്ള 3ാം തവണയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയായത്. 2015 നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലും കഴിഞ്ഞ തവണ മെട്ടമ്മൽ വനിതാ സംവരണ സീറ്റിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലും അംഗമായി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ എം രജീഷ് ബാബുവാണ് സാജിദ സഫറുള്ളയെ നിർദ്ദേശിച്ചത്. മുസ്ലിം ലീഗിലെ TS നജീബ് പിന്താങ്ങി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ എം രജീഷ് ബാബുവിനെ മുസ്ലിം ലീഗിലെ ഫായിസ് ബീരിച്ചേരി നിർദ്ദേശിച്ചപ്പോൾ കോൺഗ്രസിലെ K പത്മനാഭൻ പിന്താങ്ങി. വരണാധികാരി ഫെമി മറിയം ജോർജ് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം M രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോറോം ശ്രീ മുച്ചിലോട്ട് ഭഗവതി കാവിൽ പുലിയൂർ കാളിയുടെ പ്രതിപുരുഷനായി പാടാച്ചേരി രഞ്ജിത്ത് പയ്യന്നൂർ ആചാരപ്പെട്ടു. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയാണ് ആചാരം സ്വീകരിക്കൽ ചടങ്ങ് നടന്നത്. തുടർന്ന് അന്നദാനവും നടന്നു. കോറോം ശ്രീ മുച്ചിലോട്ട് ഭഗവതി കാവിൽ പുലിയൂർ കാളിയുടെ പ്രതിപുരുഷനായി പാടാച്ചേരി രഞ്ജിത്ത് പയ്യന്നൂർ ആചാരപ്പെട്ടു. രാവിലെ അരങ്ങിൽ അടിയന്തരത്തിനു ശേഷം കോറോം പെരുന്തണ്ണിയൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തിയ രഞ്ജിത്തിനെ ക്ഷേത്രം തന്ത്രി ആചാരപ്പേര് വിളിച്ചു. തുടർന്ന് കാവിൽ തിരിച്ചെത്തി ആചാരം സ്വീകരിച്ചു. വിവിധ മുച്ചിലോട് കാവുകളിൽ നിന്നെത്തിയ ആചാരസ്ഥാനികർ, കോയിമമാർ, ബാല്യക്കാർ, സംഘാടക സമിതി ഭാരവാഹികൾ, നാട്ടുകാർ എന്നിവരുൾപ്പെടെ വൻ ജനാവലിയെ സാക്ഷി നിർത്തിയാണ് ആചാരം സ്വീകരിച്ചത്. തുടർന്ന് അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മധ്യപൂർവേഷ്യയുടെ തേൻ പാരമ്പര്യത്തിൽ രൂപം കൊണ്ട് കേരളത്തിൽ പ്രചാരമായതാണ് ഹണി ആൽമണ്ട് കേക്ക്.
ഒരിക്കൽ രുചിച്ചാൽ തേൻമധുരം ഹൃദയത്തിൽ പതിഞ്ഞിരിക്കും. കാണാം പയ്യന്നൂർ കമല ബേക്കറിയിലെ സ്പെഷ്യൽ ഹണി ആൽമണ്ട് കേക്കിന്റെ കാഴ്ചകൾ. തേൻ തുളുമ്പി ബദാം പൊഴിയുന്ന സ്വപ്നത്തിന്റെ നാമം ഹണി ആൽമണ്ട് കേക്ക്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഹണി ആൽമണ്ട് കേക്ക് ആദ്യം പിറന്നത് ആയിരങ്ങൾക്ക് മുൻപുള്ള മധ്യപൂർവേഷ്യയിലെ ആഘോഷ പട്ടണങ്ങളിലാണ്. തേൻ ദൈവീക പാനീയമാണെന്നും ബദാം സമ്പന്നരുടെ അമൃതക്കുരുവെന്നും വിശ്വസിച്ച ആ കാലത്ത് ജനിച്ച ഈ കേക്ക് പിന്നീടാണ് യൂറോപ്യൻ ബേക്കിംഗ് കലയിലൂടെ ലോകമെങ്ങും പ്രചാരത്തിലെത്തുന്നത്. ഇന്ന് ഈ കേക്ക് ഏറ്റവും സ്പെഷ്യലാണ് പയ്യന്നൂർ കമല ബേക്കറിയിൽ. ആദ്യം ബേക്ക് ചെയ്ത് വെച്ച സ്പഞ്ചിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും നെയ്യും തേനും ബദാമും ആഡ് ചെയ്ത് ചോക്ലേറ്റ് നട്ട്സും ആഡ് ചെയ്യും. രണ്ടാമത്തെ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്യും. ഇതിലൂടെ ആദ്യഘട്ടം അവസാനിച്ചു. അടുത്തതായി ഡെക്കറേറ്റ് ചെയ്യേണ്ടതാണ്. ക്രീം മിക്സ് ചെയ്ത് കേക്കിന് മുകളിലേക്കായി വെച്ച് അതിനു മുകളിൽ തേനും ഒഴിച്ച ശേഷം ആൽമണ്ട് ആഡ് ചെയ്ത് ഐഡിയക്കനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. കമല ബേക്കറിയിലെ ഈ സ്പെഷ്യൽ ഹണി ആൽമണ്ട് കേക്ക് ഒന്ന് രുചിച്ച് നോക്കി അഭിപ്രായം രേഖപ്പെടുത്തൂ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റായി സനൂപ് മോഹൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി മഹേഷ് കുമാർ ഷെട്ടി മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റായി സനൂപ് മോഹൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് വരണാധികാരി മഹേഷ് കുമാർ ഷെട്ടി മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. MV രവി സനൂപ് മോഹനന്റെ പേര് നിർദ്ദേശിക്കുകയും ഈ രോഹിണി പിന്താങ്ങുകയും ചെയ്തു. വൈസ് പ്രസിഡന്റായി P രത്നവല്ലിയും അധികാരമേറ്റു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കൈകൊട്ടിക്കളിയിൽ താരമായി രാമന്തളിയിലെ വാമിക ലക്ഷ്മി എന്ന കൊച്ചു കലാകാരി. പ്രതികൂല സാഹചര്യത്തിലും പതറാതെ മുതിർന്നവർക്കും പ്രചോദനമാണ് ഈ 5 വയസ്സുകാരി. കഴിഞ്ഞ ദിവസം രാമന്തളി താവരിയാട്ട് ഒരു കൈകൊട്ടിക്കളി അരങ്ങേറുകയുണ്ടായി. അതിലൊരു താരമുണ്ട് ഇവിടെ രാമന്തളിയിൽ. വാമിക നമ്മുടെ കൂടെ ചേരുന്നു. വാമിക, എങ്ങനെയുണ്ടായിരുന്നു കൈകൊട്ടിക്കളി? നല്ല രസമുണ്ടായിരുന്നു. വാമിക എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? KV ഏഴിമല പയ്യന്നൂരില്. മോള് കൊറേ കൈകൊട്ടിക്കളി പഠിക്കാൻ തുടങ്ങിയിട്ട്. ആരാ പഠിപ്പിക്കുന്നത്? ദിവ്യാന്റി. അപ്പൊ ദിവ്യാന്റി എന്നാ പറയുന്നത്? മോള് വേഗം പഠിച്ചെടുക്കുന്ന ആളാന്നാണോ? എങ്ങനെയാന്ന് പറയുന്നത്? ടീച്ചർ അഭിപ്രായം എന്താണ്? വേഗം പഠിച്ചെടുക്കും. അപ്പൊ ഈ വലിയ ചേച്ചിമാരല്ലേ മോളെ കൂടെ കളിക്കുന്നത്? മോള് മാത്രല്ല ഇത്ര ചെറിയ കുഞ്ഞിയല്ലോ. അപ്പം ഇവര് കളിക്കുന്ന പോലെ തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. പേര് വിനേഷ്. അമ്മേന്റെ പേര് പ്രിയ. അപ്പൊ അമ്മയും അച്ഛനും നല്ല സപ്പോർട്ടാണോ മോൾ ഡാൻസ് കളിക്കുന്നതിന്? അപ്പൊ അന്ന് കളിക്കുമ്പോ എന്താ സംഭവിച്ചേ? താവരിയായിട്ട് കളിക്കുമ്പോ എന്താ സംഭവിച്ചേ? പാവാടൂരിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു?
ഒരു ഏച്ചിന് അമ്മ ഒന്ന് കെട്ടിത്തന്നല്ലേ. അപ്പൊ കുട്ടിക്ക് അതൊരു ടെൻഷനും ഉണ്ടാവാണ്ട് വേഗം കളിച്ചു അല്ലേ, സ്റ്റോപ്പ് ചെയ്യോ കരയോ ഒന്നും ചെയ്യാണ്ട് അല്ലേ? അതെങ്ങനെയാ അന്നേരം പേടിയും തോന്നിയിട്ടാ? ഇല്ല അല്ല, ഒരു മൈൻഡും ഉണ്ടായിട്ടാ. വാമികയുടെ കൂടെ ഉണ്ടായ ചേച്ചിമാരാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ഒരു 14 കുട്ടികളായിരുന്നു കളിച്ചിരുന്നത്. അപ്പൊ അതിൽ 2 കുട്ടികൾ ഇപ്പൊ നമ്മുടെ കൂടെ ചേരുകയാണ്. എങ്ങനെയാണ് വാമിക അന്ന് കളിച്ച് തീർത്തത്? നല്ല വൃത്തിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ അഭിപ്രായം നല്ലതായിരുന്നു. അപ്പൊ ഏത് ഡാൻസ് ആണ് നിങ്ങൾ കളിച്ചത്? നമ്മൾ കൈകൊട്ടിക്കളി ഒരു 68 സ്റ്റേജ് നമ്മൾ കയറി. ഇവളും കുറെ കളിച്ചു. ഇവള് വന്ന് കഴിഞ്ഞിട്ട് ഇവളെ കളി കണ്ടിട്ട് നമ്മ അങ്ങോട്ട് കയറി. ആദ്യം വാമികയാണ് അതിന് ചേർന്നത്. അപ്പൊ വാമിക ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനും കൂടി ആയി അല്ലേ? അപ്പൊ വാമികക്ക് ഇത്രയും ചേച്ചിമാരെയും കൂടി പങ്കെടുപ്പിക്കാൻ സാധിച്ചു, വാമിക ഒരാൾ കളിച്ചോണ്ട് അല്ലേ? അപ്പൊ അതില് എന്തായാലും അഭിമാനത്തോടെ പറയാം, എല്ലാരെയും കലയിലേക്ക് കൊണ്ടുവന്നു അല്ലേ? മിന്നും പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ വാമികയ്ക്ക് അന്ന് സാധിച്ചു. അതുപോലെ ഇനിയുള്ള വേദികളിലും ജീവിതത്തിലും മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റായി കെ പ്രീത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി കെ രാഖി മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റായി കെ പ്രീത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് വരണാധികാരി കെ രാഖി മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. CP അജയൻ കെ പ്രീതിയുടെ പേര് നിർദ്ദേശിക്കുകയും P രാമചന്ദ്രൻ പിന്താങ്ങുകയും ചെയ്തു. വൈസ് പ്രസിഡന്റായി P ഗംഗാധരനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C സത്യപാലൻ, KV ഗോവിന്ദൻ, MB ദാമോദരൻ, KB ബാലകൃഷ്ണൻ തുടങ്ങിയവരും പഞ്ചായത്ത് ജീവനക്കാരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജൈവ പരിസ്ഥിതി മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന PP രാജന പയ്യന്നൂർ സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം നൽകി. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന സ്നേഹാദരം പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ജൈവ പരിസ്ഥിതി മണ്ഡലങ്ങളിലെ നിസ്വാർത്ഥ സേവകൻ PP രാജന് പയ്യന്നൂർ സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം നൽകി. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ പയ്യന്നൂർ കോളേജ് PG ബോട്ടണി വിഭാഗം HOD ഡോക്ടർ രതീഷ് നാരായണൻ ആമുഖഭാഷണം നടത്തി. കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ, കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ACF M രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. തുടർന്ന് ജോൺസൺ പുഞ്ചക്കാടിന്റെ പുല്ലാങ്കുഴൽ വാദനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KPSTA മാടായി ഉപജില്ലാ സമ്മേളനം മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KPSTA മാടായി സബ് ജില്ലാ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KPSTA മാടായി സബ് ജില്ലാ പ്രസിഡന്റ് V ധനരാജൻ അധ്യക്ഷത വഹിച്ചു. പ്രിയങ്ക ടീച്ചർ, വിജേഷ് KP, മെസ്മർ KV, സുരേഷൻ KM, V മണികണ്ഠൻ, പ്രകാശൻ VV, ശുഭ ടീച്ചർ, റീന ടീച്ചർ, ഷംജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച 4ാമത് പവർ ഫെസ്റ്റ് സമാപിച്ചു. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിന്റെ സംസ്ഥാനതല പ്രദർശന മത്സരം ഇത്തവണ പവർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു. കളരിപ്പയറ്റ് വെറും ആയോധന കലയല്ല, ഒരു നാടിന്റെ സംസ്കാരവും അഭിമാനവും ശാസനയും തന്നെയാണ്. വാൾചലനങ്ങളിലെ കൃത്യതയിൽ ശാസനയും കാൽവയ്പുകളിലെ ശാസ്ത്രീയ ശിക്ഷണത്തിൽ സംസ്കാരവും ഓരോ അംഗത്തിലും പയ്യന്നൂരിന്റെ ചരിത്രം ജീവന്തമായി തെളിഞ്ഞ നിമിഷങ്ങളായിരുന്നു. പയ്യന്നൂർ പവർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന കളരിപ്പയറ്റ് മത്സരങ്ങൾ ഈ മഹത്തായ പൈതൃക കലയുടെ ആത്മാവിനെ ജനങ്ങൾക്ക് മുന്നിൽ ഗംഭീരമായി അവതരിപ്പിച്ചു. ഇത്തരം വേദികൾ കളരിപ്പയറ്റിനെയും നാടിന്റെ സംസ്കാരത്തെയും അടുത്ത തലമുറയിലേക്കുള്ള അഭിമാനമായ പാരമ്പര്യമായി മാറ്റുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ തുടരുന്നു. ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ വൈബ് ഫോർ വെൽനസിന്റെ ഭാഗമായുള്ള ഹെൽത്തി ലൈഫ് റോഡ് ഷോയുടെ കണ്ണൂർ ജില്ലാതല പര്യടനം മാടായിപ്പാറയിൽ നിന്ന് സൈക്കിൾ റാലിയോടുകൂടി ആരംഭിച്ചു. M വിജിൻ MLA സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ വൈബ് ഫോർ വെൽനസിന്റെ ഭാഗമായുള്ള ഹെൽത്തി ലൈഫ് റോഡ് ഷോയുടെ കണ്ണൂർ ജില്ലാതല പര്യടനം മാടായിപ്പാറയിൽ നിന്ന് റൈഡ് ടു ഹെൽത്ത് സൈക്കിൾ റാലിയോടുകൂടി ആരംഭിച്ചു. M വിജിൻ MLA സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യമാനന്ദം എന്നൊരു വലിയ ക്യാമ്പയിന് 1-ാം തീയതി തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രചരണാർത്ഥം അതോടൊപ്പം തന്നെ ആ മഹത്തായ സംരംഭത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം
FHSC മുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വൈവിധ്യങ്ങളായ പരിപാടികൾ ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുകയാണ്. ജില്ലാ ആരോഗ്യവകുപ്പ് കണ്ണൂർ സൈക്ലിംഗ് ക്ലബ്ബുമായും കണ്ണൂർ സൈക്ലിംഗ് അസോസിയേഷനുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ PK, ചൈൽഡ് ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ രാഹുൽ UR, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ അശ്വിൻ G, സൈക്ലിംഗ് ക്ലബ്ബ് ജില്ലാ സെക്രട്ടറി T പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ക്രിസ്തുമസ് ക്യാമ്പ് ആരംഭിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ക്രിസ്തുമസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ നിർവഹിച്ചു. ലിംഗസമത്വമാണ് ക്യാമ്പിന്റെ സന്ദേശം. ശുചിത്വം, ആരോഗ്യം, ഫസ്റ്റ് എയ്ഡ്, ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ പരേഡ് പ്രാക്ടീസ് എന്നിങ്ങനെ വിവിധ ക്ലാസുകൾ ക്യാമ്പിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ശുചിത്വ സന്ദേശവും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനുമായി എല്ലാ കേഡറ്റുകൾക്കും തുണിസഞ്ചി വിതരണം ചെയ്തു. ഗാന്ധി ചുമർ അനാച്ഛാദനം ചെയ്തു. PTA പ്രസിഡന്റ് PV രാജേഷ് അധ്യക്ഷത വഹിച്ചു. SPC ADNO K പ്രസാദ്, പ്രിൻസിപ്പൽ K സന്തോഷ് കുമാർ, CM ജയദേവൻ, CV പ്രമോദ്, ലതീഷ് പുതിയടത്ത്, KV ചിത്രലേഖ, ശൈലജ പനയന്തട്ട, MV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പേരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ 70ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. TI മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പേരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ 70ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. വായനശാല മുറ്റത്ത് നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം ആരംഭിച്ചത് മുതൽ കണക്ക് കൂട്ടുമ്പോഴാണ് 70 വയസ്സിലേക്ക് എത്തുക. ഇവിടെ രണ്ടാം ലോകമഹായുദ്ധത്തിലെ കൊടിയ പട്ടിണിയും വലിയ നിലയിലുള്ള പ്രയാസങ്ങളും സമൂഹം അനുഭവിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യമായ ഒരു നെഞ്ചുറപ്പ് എല്ലാവരിലും ഉണ്ടാക്കുന്നതിന് കഴിയത്തക്ക നിലയിലാണ് ഇങ്ങനെയൊരു കൂടിച്ചേരലിൻ്റെ ആവശ്യകതയിലേക്ക് അന്നത്തെ സമൂഹത്തിലെ പൊതുവായിട്ട് ചിന്തിക്കുന്നവരെല്ലാം എത്തിച്ചേരുന്നത്. 1946 കരുവള്ളൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ M രാഘവൻ അധ്യക്ഷനായി. K ശിവകുമാർ, C ബാലകൃഷ്ണൻ, എതിർദിശ സുരേഷ്, T ഗോപാലൻ, K സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പുന്നാട് പുലികയുടെ ഫോക്ക് മ്യൂസിക് ബാൻഡും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാത്തിൽ ശ്രീ കുറുവേലി ഭഗവതി ക്ഷേത്രം പാട്ടും കളത്തിലരിയും ഡിസംബർ 29 മുതൽ ജനുവരി 2 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാത്തിൽ ശ്രീ കുറുവേലി ഭഗവതി ക്ഷേത്രം പാട്ടും കളത്തിലരിയും ഡിസംബർ 29 മുതൽ ജനുവരി 2 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 30 വൈകുന്നേരം 4 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെ ഉത്സവത്തിന് തുടക്കമാകും. തുടർന്ന് രാത്രി 7 മണിക്ക് അന്നദാനം. 7:30 വാദ്യകലാകാരൻ പാലിക്കോട് ദാമോദര മാരാരെയും യുവകവിയത്രി ബിന്ദു കൃഷ്ണകുമാറിനെയും ആദരിക്കുന്ന ചടങ്ങ് നടക്കും. തുടർന്ന് അരുണോദയ കലാസമിതിയും പ്രാദേശിക കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്തരാവ്. ഡിസംബർ 31 രാത്രി 7:30 വിളക്കാട്ടം, തുടർന്ന് കാഴ്ച. 8:30 തിടമ്പു നൃത്തം. 10 മണിക്ക് ഗാനമേള. ജനുവരി 1 വൈകുന്നേരം 4 മണിക്ക് വടുശ്ശേരി ക്ഷേത്രത്തിലേക്ക് തിടമ്പെഴുന്നള്ളത്തും നൃത്തവും. തുടർന്ന് കൈകൊട്ടിക്കളി. ജനുവരി 2 വൈകുന്നേരം 4 മണിക്ക് പോതി എഴുന്നള്ളത്ത്. 11 മണി മുതൽ ദാരികാവധം, തോറ്റംപാട്ട്, കളത്തിലരിയും തേങ്ങമുട്ടും. TM വാസുപ്രദീപ്, K കൃഷ്ണകുമാർ, കുറുവേലി ഉണ്ണി, കാർത്യായനി KV തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ കളരി ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കൈകൊട്ടിക്കളി കാണാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. കാങ്കോൽ കളരി ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. കൈകൊട്ടിക്കളി കാണാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. 7ഓളം ടീമാണ് കൈകൊട്ടിക്കളിയിൽ പങ്കാളികളായത്.
മഹിളകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു തനി കേരളീയ നാടൻ സംഘനൃത്തമാണ് കൈകൊട്ടിക്കളി. വനിതകൾ സംഘം ചേർന്ന് നിലവിളക്കിന് ചുറ്റും ചുവടുകൾ വെച്ച് കൈകൊട്ടിക്കളി വട്ടത്തിൽ ചുറ്റി നൃത്തം വയ്ക്കുന്നു. കൈകൊട്ടിക്കളി നാടൻ പാട്ടുകളുടെയും ഭക്തിഗാനങ്ങളുടെയും അകമ്പടിയോടെയാണ് നടത്തുന്നത്. കാങ്കോൾ കളരി ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഡിസംബർ 30 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.